കോച്ചപ്പെടുത്താൻ വേണ്ടി കാശ് മേടിച്ച് ചെയ്താൽ ഹണി റോസിനോ മാത്രം വേണ്ടി ഞങ്ങൾ സ്ത്രീകളെല്ലാം കൂടി യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. പറയാനുള്ളത് ഹണി റോസിന് ശിക്ഷ കൊടുക്കണം. അവൾ ആദ്യം ഇതെല്ലാം കേട്ട് കൂടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് പിന്നെ ഞങ്ങൾക്കെല്ലാം അപമാനമാണ്. ഞങ്ങൾക്ക് അപമാനമാണ്, സ്ത്രീകൾ കൂടി അപമാനമാണ്. അവര് പ്രദർശനത്തിനായിട്ട് വന്നിട്ടല്ലേ ഈ പറയുന്ന നിങ്ങളുമുണ്ട്. നിങ്ങളിൽ ഓരോരുത്തരെയും എടുത്തോണ്ടിറങ്ങുന്ന തുണിയെ പറ്റി മറ്റുള്ളവർ കമന്റ് പറയുമ്പോൾ ബോധമുണ്ടായിരിക്കണം സ്ത്രീക്ക്. സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനല്ല. അതാ ഞങ്ങൾ 5, 8, 10, 15 പേര് വണ്ടിയിലാ വന്നേ. എന്തുവണ്ടി? ബസ്സിന്. നിങ്ങൾ തന്നെ ഏർപ്പാടാക്കിയതോ? ഞങ്ങൾ തന്നെ ഏർപ്പാടാക്കിയത്. ഞങ്ങൾ അതിൽ പണിയെടുക്കുന്നുണ്ട്. ഫിജിക്കാട് വർക്ക് ചെയ്യുന്നുണ്ട്. ചെമ്മണ്ണൂരില് ചെമ്മന്നൂരാറ് വണ്ടിയൊന്നുമില്ല. ഞങ്ങൾ സ്വന്തം പൈസ എടുത്തിട്ട് ഞങ്ങളെ മുത്തിനെ രക്ഷിക്കാൻ. അതെ അതെ. ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അന്ന് അതിനെ പ്രതിരോധിച്ചു? ഒരു സ്ത്രീയോട് ഒരു അപമര്യാദ കാണിച്ചെങ്കിൽ അന്നേരം പ്രതിരോധിക്കണം. 4-5-6 മാസത്തിന് ശേഷം അന്ന് സ്ത്രീകൾക്ക് എല്ലായിടത്തും നല്ല ഗവൺമെന്റ് നല്ല തന്നിട്ടുണ്ട്. എന്തുകൊണ്ട് അന്ന് പ്രതിരോധിച്ചില്ല? അത് കഴിഞ്ഞിട്ടുള്ള പല പ്രോഗ്രാമിലും ചിരിച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ ബോച്ചകളുടെ നിന്ന് ഡാൻസ് കളിച്ചത്. എന്നിട്ട് എന്തിനിങ്ങനെ പ്രതികരിച്ചു? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞങ്ങൾ സ്ത്രീകളാണ്. എന്തിന് കോച്ചപ്പെടുത്താൻ വേണ്ടി കാശ് മേടിച്ച് ചെയ്താൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പറയുമ്പോൾ ഞങ്ങൾ തിരിച്ച് ഹണി റോസിനോ മാത്രം വേണ്ടി ഞങ്ങൾ സ്ത്രീകളെല്ലാം കൂടി യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ പല ജില്ലക്കാരാണ്. തിരുവനന്തപുരമുണ്ട്, കൊല്ലമുണ്ട്, വയനാടുണ്ട്, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് പോലും കർണാടകയിൽ നിന്ന് പോലും ആൾക്കാർ വന്നിട്ടുണ്ട് കോച്ചിങ്. പറയാനുള്ളത് ഹണി റോസിന് ശിക്ഷ കൊടുക്കണം. അവൾ ആദ്യം ഇതെല്ലാം കേട്ട് കൂടെ നിന്ന് ചിരിച്ചുകൊണ്ട് പിന്നെ 4 മാസം കഴിഞ്ഞിട്ട് എന്തിനു ശിക്ഷയായിട്ട് വന്നു? 4 മാസം കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് വിവരം വെച്ചത്. അവൾക്ക് അങ്ങനെ വിവരം ഉണ്ടെങ്കിൽ അത് ആ നിമിഷം പ്രതികരിക്കണമായിരുന്നു. ഇതിന് കൂട്ടുനിന്ന കോടതി, മന്ത്രിസഭ എല്ലാവർക്കും ശിക്ഷ കൊടുക്കണം. ശ്രീ ഹണി റോസിന്റെ വസ്ത്രധാരണം തികച്ചും മോശമായ രീതിയിലുള്ള വസ്ത്രധാരണമാണ്. ഞങ്ങൾക്കെല്ലാം അപമാനമാണ്. ഞങ്ങൾക്ക് അപമാനമാണ്, സ്ത്രീകൾ കൂടി അപമാനമാണ്. അവര് പ്രദർശനത്തിനായിട്ട് വന്നിട്ടല്ലേ ഈ പറയുന്ന നിങ്ങളുമുണ്ട്. നിങ്ങളിൽ ഓരോരുത്തരുടെയും വ്യക്തിഗതത്തിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ വസ്ത്ര സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യയിൽ വ്യക്തിഗത വസ്ത്രം ഏതും ധരിക്കാം. പക്ഷെ അന്നേരം വരുന്ന പ്രകോപനങ്ങളെ എതിർക്കാൻ ഈ ചെവി കൂടെ ആ ചെവി കളയാനും പഠിക്കണം. എന്ത് തുണി ഇട്ടോണ്ടിറങ്ങിട്ട് പിന്നെ അതിനെ പ്രതിരോധിച്ചു, അതിനെ ആണുങ്ങൾ കുറ്റം പറഞ്ഞു, അതിനെപ്പറ്റി പ്രശ്നം ഉണ്ടാക്കിയെന്നൊന്നും പറയരുത്. വസ്ത്രത്തെ കുറിച്ചല്ലോ പറഞ്ഞേ. വസ്ത്രത്തെ കുറിച്ചല്ലോ പറഞ്ഞേ. വസ്ത്ര സ്വാതന്ത്ര്യം സ്ത്രീകൾക്കാണെങ്കിലും ഉണ്ട്. പക്ഷെങ്കിൽ അത് ഇട്ടുകൊണ്ടിറങ്ങുന്നവർ ഓർക്കണം, ഇതിനെ സമൂഹമാണ് കാണുന്നതെന്ന്. അതിനെതിരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അത് അതുപോലെ പലതരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതുകൊണ്ടാണോ സ്ത്രീകൾക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്നത്? അതൊരിക്കലും ഞാൻ അങ്ങനെയൊന്നും പറയത്തൊന്നുമില്ല. സ്ത്രീകൾ അങ്ങനെ വസ്ത്രം ധരിക്കുന്നതിനെ പറ്റി ഒരു സ്ത്രീ ഏത് വസ്ത്രം ധരിക്കുന്നതിന് എനിക്ക് യാതൊരു എതിർപ്പുള്ളതല്ല. അവരവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാം. പക്ഷെ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് സമൂഹത്തിലോട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന അധിക്ഷേപങ്ങളെ, മറ്റുള്ള കാര്യങ്ങളെ അത് അതേപോലെ ആ മൈൻഡിൽ എടുത്ത് കളയാനുള്ള ഒരു വിവേകം കൂടെ ഈ ഇട്ടുകൊണ്ടിറങ്ങുന്ന സ്ത്രീക്ക് ഉണ്ടായിരിക്കണം. അത് പറയുന്ന ആള് ചിന്തിക്കണ്ടേ? അങ്ങനെ ഒരു വസ്ത്രം ധരിച്ചു വിചാരിച്ച ഒരാളെ പറ്റി ഇങ്ങനെ പറയാൻ പാടുണ്ടോ? ഒരു വസ്ത്രം ഞാൻ പറഞ്ഞില്ലയോ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു സ്ത്രീ എന്നല്ല ഞാൻ പറഞ്ഞത്. സമൂഹത്തിലുള്ള ഏത് സ്ത്രീ ഏത് വസ്ത്രം വേണമെങ്കിലും ഏത് സ്ത്രീക്ക് വേണമെങ്കിലും ധരിക്കാവുന്നതാണ്. പക്ഷേ എടുത്തോണ്ടിറങ്ങുന്ന തുണിയെ പറ്റി മറ്റുള്ളവർ കമന്റ് പറയുമ്പോൾ ബോധമുണ്ടായിരിക്കണം സ്ത്രീക്ക്. സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനല്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഞാനൊരു സ്ത്രീയാണ്. പുരുഷന്മാരുടെ കൂട്ട് സ്ത്രീകൾക്ക് ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഗവൺമെന്റ് തന്നിട്ടുണ്ട്. പക്ഷെ ഇട്ടുകൊണ്ടിറങ്ങുന്ന ഡ്രസ്സിനെ പറ്റി സമൂഹ മാധ്യമങ്ങൾ അല്ലെ സമൂഹങ്ങൾ പലതും പറയും. അതിനെ അതിജീവിക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇട്ടുകൊണ്ടിറങ്ങാവൂ. അതേ ഞങ്ങൾ പറയുന്നുള്ളൂ. അതിനെ അതിജീവിക്കാൻ കഴിവില്ലെങ്കിൽ ആ ഡ്രസ്സ് ഇടരുത്. വസ്ത്ര സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് മാത്രമല്ല, അല്ല അവര് ധരിച്ച വസ്ത്രത്തിന് മാത്രമല്ലായിരുന്നു ഇത് തന്നെയല്ലേ നിങ്ങൾ നവമാധ്യമങ്ങൾ വാദോരാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും വീണ്ടും വീണ്ടും ഇത് തന്നെ സ്ത്രീകളുടെ വായിൽ നിന്ന് കേൾക്കണമെന്ന് വല്ലതുണ്ടോ? ഇന്നലെ മൊത്തം നിങ്ങൾ ഇത് പറഞ്ഞില്ലേ? 4 മാസം എന്തിനു കാത്തിരുന്നു? എന്തുകൊണ്ട് ബോച്ചയ്ക്ക് ഉണ്ടായില്ല? ബോച്ച ആരെയും ബലാത്സംഗം ചെയ്തിട്ടില്ല. അദ്ദേഹം ഒരു കൊലപാതകയല്ല. അദ്ദേഹം വേറൊരു നന്മ ചെയ്യുന്ന, സമൂഹത്തിൽ നന്മ ചെയ്യുന്ന ആള് എന്നത് വീണ്ടും ഒരു തെറ്റ് ആവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ തെറ്റ് ചെയ്യുമ്പോൾ ആ നിയമത്തിന് മുമ്പിൽ ഒരു ന്യായീകരണം ആവില്ലല്ലോ ഒരിക്കലും കോടതിയിൽ. ഞാൻ പറയാം, തെറ്റെന്ന് പറയുന്നത് അദ്ദേഹം ചെയ്ത തെറ്റെന്താ? ദ്വയാർത്ഥ പ്രയോഗം അതല്ലേ ഉദ്ദേശിക്കുന്നത്?
ഈ ദ്വയാർത്ഥ പ്രയോഗം ചെയ്യാത്തതാരാണ്? നമ്മളും ഏതെങ്കിലും രീതിയിൽ. പിന്നെ ഒരു കാര്യം, ഇത് ഈ പറയുന്നതിനല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടെ, ഈ പറയുന്നതിനെല്ലാം മോശം വാക്കാണ് എന്ന് നമ്മളാണ് കണ്ടുപിടിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കെന്ന് വെച്ചാൽ നടി എന്ന് പറഞ്ഞാൽ നടി എന്നല്ലേ പറഞ്ഞുള്ളൂ, വെടി എന്ന് പറഞ്ഞു. ഈ വെടിക്ക് വേറൊരു അർത്ഥം കണ്ടെത്തിയത് നമ്മളല്ലേ, അത് നമ്മുടെ ഭാഗത്തുള്ള തെറ്റല്ലേ. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഈ രീതിയിൽ പറഞ്ഞു. വെടിക്ക് എന്തെല്ലാം അർത്ഥമുണ്ട്? നമ്മളിപ്പോൾ അവിടെ പടക്കം വെക്കാൻ പോകുന്നു, അതിന് നമ്മൾ വെടിയെന്ന് പറയാറില്ലേ? അല്ലെങ്കിൽ വേറെ എന്തെല്ലാം നുണ പറയുന്നവരെ നമ്മൾ വെടി പറയുന്നു എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഓരോ ജില്ലയിൽ ഓരോരോ സ്ലാങ് ഉണ്ട്, അതിനനുസരിച്ചുള്ള ഭാഷാ വ്യത്യാസങ്ങളും വരും. അത് മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. അല്ലാതെ അതിനെ ഇത്രയും മാത്രം രാജ്യരാമാണോ ഒരാണോ ഒരു സ്ക്വാഡ് രൂപീകരിക്കുക, അദ്ദേഹം വയനാട്ടിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൽ നിന്ന് അദ്ദേഹം ജാമ്യം എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക, അദ്ദേഹത്തെ കൊണ്ടുവന്ന് എന്താ പറയുക വലിയൊരു തീവ്രവാദിയെ കൊണ്ടുവരുന്ന രീതിയിൽ എറണാകുളം വരെ കൊണ്ടുവന്ന് കേസ് രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് അദ്ദേഹത്തെ ജയിലിലോട്ട് പറഞ്ഞു വിടുക. അത് തെറ്റായിട്ടുള്ള നയമല്ലേ? പിന്നെ ബോധ കുടിക്കുന്നതല്ലേ? ഇതിനകത്തൊരു വലിയൊരു ടീം വർക്ക് നടന്നിട്ടുണ്ട്. കാരണം ആരെങ്കിലും സംശയമുണ്ടോ അങ്ങനെ ടീം വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മുഖ്യമന്ത്രി വരെ ഇടപെടണമെന്ന് ഈ നിസ്സാര കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഇടപെടണം 100,000 കാര്യം കിടക്കുകയാണ്. നിസ്സാര കാര്യമാണ് തള്ളിക്കളയാൻ പറ്റുമോ? നിസ്സാര കാര്യമല്ല ഇത്. പിന്നെ എത്ര നമ്മൾ ഇതിനേക്കാൾ ഞാൻ പറയട്ടെ, സ്ത്രീകൾ എത്രയോ സ്ത്രീകൾ ഈ അടുത്ത കാലത്ത് ഒരുപാട് ഇരയായിട്ടുള്ള സ്ത്രീകളുണ്ട്. അവർക്ക് എവിടെയെങ്കിലും നീതി കിട്ടിയിട്ടുള്ളതായിട്ട് നിങ്ങൾക്കറിയാം? അല്ല, ഈ ഇരയാക്കപ്പെടുക എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബലാത്സംഗം ചെയ്തു എന്നുള്ളത് മാത്രമല്ലല്ലോ, സബ്ഷെയിമിംഗ് ചെയ്യപ്പെട്ടാലും പൊതുവായ ഒരു വേദിയിൽ സബ്ഷെയിം ചെയ്യപ്പെട്ടാലും അതിന് തന്നെയല്ലേ. അത് മാത്രമല്ല, ഹണി റോസ് ഇതിനു മുന്നേ വാൺ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോട് വാൺ ചെയ്തു? മാനേജറോടാണ് പറഞ്ഞത്. ഇത് മാനേജറാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ ഒരിക്കലും ഈ പറയുന്ന ഹണി റോസിനെ ഡയറക്റ്റ് വിളിച്ചിട്ടില്ല, ഒരു മെസ്സേജ് അയച്ചിട്ടില്ല, മോശം കമന്റ്സുകൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ എന്ത് പറഞ്ഞു? ഈ പറഞ്ഞ ഡബിൾ മീനിങ്ങിന്റെ കാര്യങ്ങളല്ലേ? അങ്ങനെയാണെങ്കിൽ യൂട്യൂബ് ഇപ്പൊ എന്നോട് താങ്കൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിനുള്ള മറുപടിയല്ലേ ഞാൻ പറയുന്നത്. ബോച്ചെ ഇവിടെ നിൽക്കുമ്പോൾ ബോച്ചെ ഡബിൾ മീനിങ്ങിലായിരിക്കും കാര്യങ്ങൾ പറയുന്നത്. അതിന് ഹണി റോസ് അല്ല, നിങ്ങളെപ്പോലുള്ളവർ ആങ്കർമാർ ചോദിക്കുന്ന മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ആ ചോദ്യം ചോദിച്ചവരല്ലേ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത്? എന്തിനു പറയണം? കാര്യം ഇതേവരെ ഇപ്പൊ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അദ്ദേഹം അതേ രീതിയിൽ മറുപടി പറയുന്നു. അതല്ലേ അവിടെ നടന്നത്. അല്ലാതെ ബോച്ചെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അല്ല, അങ്ങനെ അത് അറിഞ്ഞിട്ടല്ലേ പോയത്? ഞാൻ ചോദിക്കുന്നതാണ്. ഈ അദ്ദേഹം അങ്ങനെയാണ് എന്നുള്ളത്, ഒരു വ്യക്തിയുടെ സ്വഭാവം അങ്ങനെയാണ് എന്നുള്ളത് അയാൾ തെറ്റ് ചെയ്യുന്നത് ന്യായീകരിക്കാനുള്ളതാവും. എന്ത് തെറ്റാണ് ചെയ്തത്? ഡബിൾ മീനിങ് ആണോ? വേറെ ആരും തെറ്റ് ചെയ്യുന്നില്ലേ? താങ്കൾ തന്നെ പ്രസ്താവിക്കുന്നുണ്ട് ബോച്ചെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഡബിൾ മീനിങ് ആണ്. പക്ഷെ അദ്ദേഹം തെറി പറഞ്ഞിട്ടില്ല. ഈ തെറി നമ്മളാണ് എടുക്കുന്നത്. അതിന്റെ ഡബിൾ മീനിങ് നമ്മളാണ് മോശം അവസ്ഥ ചിന്തിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം.